10ാം ക്ലാസ് പ്രിലിംസിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. രണ്ടാം ഘട്ടമാകട്ടെ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാനും സാധിച്ചില്ല. ഈ ബുദ്ധിമുട്ടിലൂടെ അവർക്കുണ്ടായ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്ന് ചർച്ച ചെയ്യാം. പ്രിലിംസ് പരീക്ഷയ്ക്ക് വന്നതാണ്, എഴുതാൻ പറ്റിയില്ല. എന്താ തോന്നുന്നത്? വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഒരുപാട് എനിക്ക് അതിലൊരു മോളുണ്ട്, കുഞ്ഞു മോളാ. അപ്പൊ മോളെ ഞാൻ അതിന്റെ ഇടയ്ക്കാ പഠിക്കുന്നത്. അപ്പൊ മോളെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാ വന്നത്. അപ്പൊ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത്, അവിടെ നിന്നാണ് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ലീവ് എടുത്ത് തിരിച്ചിങ്ങ് വന്ന്. എത്ര ദൂരത്തു നിന്നാ വരുന്നേ? ഞാൻ അങ്ങ് നെടുമങ്ങാട് കഴിഞ്ഞാ വരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട അതെ, ഒരുപാട് ഒരു 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, 11 മണിക്ക് മുമ്പ് ഇറങ്ങിയത്. ആഗ്രഹിച്ചൊരു ജോലിക്ക് വേണ്ടിയിട്ടാ പരീക്ഷയ്ക്ക് വന്നത്. പക്ഷെ അത് ഇനി എന്താവും എന്നുള്ളതിൽ അല്ല, ഇതിപ്പോ നടക്കുമായിരിക്കും. തീർച്ചയായും നടക്കും. നമ്മള് ഇപ്പൊ എക്സാം മാറ്റി വെച്ച് ഓക്കെയാണ്, പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളൊരു എക്സ്പെക്ടേഷനോടെയാ വന്നേ. എന്നുവെച്ചാൽ നമ്മൾ ഇത്ര പ്രിപ്പറേഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഒന്നാമത് പ്രഷർഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്തായിരിക്കും അറിയുന്നൂടല്ലേ. നമ്മൾ എങ്ങനെയെങ്കിലും അതൊന്ന് കഴിഞ്ഞാൽ മതി, നമുക്ക് പറ്റുന്നത് പോലെ അപ്പിയർ ചെയ്യാന്നുള്ള ഇതിലാണ് വരുന്നത്. എത്ര ദൂരത്തുനിന്നാ വരുന്നേ? 30 കിലോമീറ്റർ ഉണ്ടാവും സാർ. പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എന്ത് തോന്നി? ഇങ്ങനെ കേരള PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്, എന്റെ അറിവിൽ ആദ്യമായിട്ടാണ്. ഓരോരുത്തർ പല സാഹചര്യത്തിലൂടെ ആയിരിക്കും വരണത്. പിന്നെ അവരുടെ സാഹചര്യം കൂടെ കണക്കിലെടുത്ത് പെട്ടെന്നൊക്കെ ഇങ്ങനെ മാറ്റുമ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് വരണവര്, കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ട് വരണവര്, കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞു വിടുന്നവര്, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി എങ്ങനെയായിരിക്കും പരീക്ഷ അറിയില്ല. ഇനി അടുത്ത സെക്ഷൻകാരെ കൂടെ എഴുതാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഇനി ഫസ്റ്റ് ആദ്യത്തെ ഇത് എഴുതിയവർക്ക് ഇനി എഴുതാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞൂടെ, എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞൂടെ. എങ്ങനെയാണെന്ന് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എത്ര ദൂരത്തുനിന്നാ വരുന്നേ? ഞാൻ ഓഫീസിൽ നിന്ന് ലീവ് എടുത്താണ് വരുന്നത്. ഒരുപാട് ദൂരമുണ്ട്. ഈ സ്പോട്ടാണ്, ദൂരമുണ്ട്. ശരി, പരീക്ഷ എഴുതാൻ സാധിക്കാത്തതിൽ എന്താ? ഇപ്പോ ഞാൻ ടെൻഷൻ അടിച്ചാ വന്നത്. ലേറ്റ് ആയാൽ അകത്ത് കയറാൻ പറ്റില്ലല്ലോ, എന്ത് പറ്റും എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് വന്നപ്പോഴാണ് എക്സാം ഇല്ലാന്നൊക്കെ അറിയുന്നത്. എവിടെന്നാ വന്നേ? പോത്തങ്കോട് നിന്നാ വന്നേ. പരീക്ഷ എഴുതാൻ പറ്റിയില്ല. PSC ഒരു ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ശരി. എത്ര ദൂരത്തുനിന്നാ വരുന്നേ? കുറച്ച് ദൂരമുണ്ട്. ശരി. എവിടെന്നാ വരുന്നേ? പാലരാമപുരം. അപ്പൊ നല്ല ദൂരമുണ്ട്. ദൂരമുണ്ട്. പ്രഗ്നൻസിയും കൂടെ ആയിരുന്നു, അപ്പൊ റെസ്റ്റിലായിരുന്നു. എന്നിട്ട് എക്സാം ആയതുകൊണ്ട് വന്നതാണ്. അപ്പൊ ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. ഒരു വലിയ പ്രതീക്ഷയിലല്ലേ വന്നത്, കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതായപ്പോ ഒരു വിഷമം തോന്നുന്നു. PSC പരീക്ഷ എഴുതാൻ പറ്റിയില്ല. എന്ത് തോന്നുന്നു? നല്ല വിഷമമുണ്ട്. ഞാൻ കോച്ചിങ്ങിനൊക്കെ പോണ ഒരാളാണ്. കുറച്ച് ദിവസമായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ആയിരുന്നു. ക്യാൻസൽ ചെയ്തെന്ന് പറയുമ്പോ ഒരു വിഷമമുണ്ട്. എത്ര ദൂരത്തുനിന്നാ വരുന്നേ? ഞാൻ നെടുമങ്ങാട് നിന്നാണ് വരുന്നത്. വലിയ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയാണ് വന്നത്. പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. എന്താ സംഭവം എന്ന് കറക്റ്റായിട്ട് അറിഞ്ഞൂടെ. ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത് എക്സാം ക്യാൻസൽ ചെയ്യുന്നുള്ള കാര്യം. പ്രിപ്പയർ ചെയ്തൊക്കെ വരുമ്പോ ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയോടെ ഞാൻ വന്നത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എനിക്കും ഒരു അവസരം നഷ്ടപ്പെട്ടതുപോലെയാണ് തോന്നുന്നത്. ഇതുപോലെ ഒരുപാട് പേര് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നപ്പോഴത്തേക്ക് അവർക്കൊന്നും എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത എക്സാം എത്രയും പെട്ടെന്ന് നടത്തിയാൽ നല്ലതായിരുന്നു. നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ വലിയൊരു പ്രതീക്ഷയാണ് PSC. ആ PSCയോട് എന്താ പറയാനുള്ളത്? ഒരുപാട് പേര് ജോലി ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് എക്സാം എഴുതാൻ വരുന്നത്. അപ്പൊ അതിന് വേണ്ട പ്രൊസീജിയർ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണമെന്നൊരു റിക്വസ്റ്റ് ഉണ്ട്.